ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. മാം കേൾക്കുന്നില്ലേ? ഓക്കെ മാം, എന്റെ പേര് ആമിന എന്നാണ്. ഞാൻ നവാബിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് വിളിക്കുന്നത്. മാം ഞാൻ തിരക്കില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ഒരു 5 മിനിറ്റ് മതി എനിക്ക്. ഒരു 5 മിനിറ്റ് എന്റെ കമ്പനിയെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. മാമിനും മാമിന്റെ മക്കൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വിളിച്ചതാണ്. ഒരു 5 മിനിറ്റ് മതി, ഒന്ന് സംസാരിച്ചോട്ടെ? ഓക്കെ മാം, നവാബി എന്ന് പറഞ്ഞ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കമ്പനി കോഴിക്കോടാണുള്ളത്. കോഴിക്കോടും കണ്ണൂരിലും നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് മാമിനോട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൾ ചെയ്തത്. നമ്മൾ 160ഓളം കോഴ്സുകൾ കൊടുക്കുന്ന നമ്പർ കമ്പനി തന്നതാണ് മാം. ഞാൻ ഓൺലൈൻ ജോബാണ് ചെയ്യുന്നത്. കമ്പനിയിൽ നിന്ന് നമുക്ക് നമ്പറുകൾ തരും. അത് എവിടെ നിന്നാണെന്ന് നമ്മൾ ചോദിക്കാറില്ല. മാം, നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നവാബ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടും കണ്ണൂരിലും നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. 160ഓളം കോഴ്സുകൾ ഓൺലൈനായിട്ട് നൽകുന്നുണ്ട്. അക്കാദമിക്കലായിട്ടും ക്രിയേറ്റീവ് ആയിട്ടും അതേപോലെ തന്നെ ഇസ്ലാമിക് ആയിട്ടും കോഴ്സുകൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട്. മാമിന്റെ പേരൊന്ന് പറയൂ? ഷെബ്ന. മാം എന്താണ് ചെയ്യുന്നത്? ഓക്കെ. പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടോ വീട്ടില്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സില്. പിന്നെ ഒരാളെ ഉള്ളോ? 3ാം ക്ലാസ്സിൽ. എങ്ങനെയുണ്ട് മക്കള്? നല്ല പഠിക്കുന്ന കൂട്ടത്തിലാണോ? മാർക്കൊക്കെ ഉണ്ടോ? പഠനമൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? മാർക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്നിപ്പോ എല്ലാരും പറയുന്ന ഒരു വാക്കല്ലേ? ഇംഗ്ലീഷിൽ എങ്ങനെ? എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടാണോ? അക്ഷരങ്ങളൊക്കെ അറിയോ? ഇതിന്റെ സൗണ്ടുകളൊക്കെ അറിയോ? സൗണ്ടുകളൊക്കെ അറിയോ? ഓരോ അക്ഷരത്തിന് സൗണ്ടുകളൊക്കെ അറിയോ? ഓ, അങ്ങനെയാണല്ലേ. നമുക്ക് നവാബില് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്. തീരെ എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളെ വരെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ലൈറ്റ് എന്ന് പറയുന്ന കോഴ്സ്. ഇവിടെ നമ്മൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ അക്ഷരത്തിന്റെ സൗണ്ടുകൾ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. വെറും 3 മാസം കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് വായിക്കാനും എഴുതാനും പഠിപ്പിക്കുന്ന കോഴ്സാണ്. വെറും 3 മാസം കൊണ്ട്. ഓൺലൈൻ ആയിട്ട് തന്നെ. അപ്പൊ ഈ 2-3-4 വർഷം ഓഫ്ലൈനായിട്ട് പഠിച്ചിട്ട് അവർക്ക് സൗണ്ട് അറിയില്ല. ഈ 3 മാസം കൊണ്ട് എങ്ങനെ ഓൺലൈൻ ആയിട്ട്? അവിടെയാണ് മാമിന് തെറ്റിയത്. മാം ഇപ്പൊ ഓൺലൈൻ ആയിട്ട് എന്ന് പറഞ്ഞപ്പോഴല്ലേ ഇത് പറഞ്ഞത്. മാം കുക്ക് ചെയ്യാറുണ്ടോ? യൂട്യൂബിൽ നോക്കി കുക്ക് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും? യൂട്യൂബിൽ നോക്കിയിട്ട് ചിലതൊക്കെ ചെയ്യാം. സക്സസ് ആവാറുണ്ട്. സക്സസ് ആവാറുണ്ട്. ഉണ്ടാക്കിയിട്ട് രുചി ഉണ്ടായിരുന്നോ മാമിന് ഉണ്ടാക്കിയിട്ട്? ഓക്കെ. മാം അത് പോയിട്ടാണോ പഠിച്ചത്? ഓൺലൈൻ ആയിട്ടാണോ പഠിച്ചത്? ഓൺലൈൻ ആയിട്ടാണോ പഠിച്ചത്? മാം നമ്മൾ ചിന്തിക്കുന്നിടത്താണ് മാം. ഇതിപ്പോ കഴിയില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് പോയാലും അത് കഴിയില്ല എന്ന് തന്നെ ആയിരിക്കും. അതല്ല, ഇത് സക്സസ് ആവും എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഓക്കെ ആയിരിക്കും. ഇപ്പൊ ഓൺലൈൻ ആണ് എന്ന് കരുതി തട്ടി മാറ്റേണ്ടതില്ല. ഓൺലൈൻ ആയിട്ട് എന്താണ് നടക്കാത്തത്? മാം പിന്നെ മീഷോ എന്നൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യാറില്ലേ വീട്ടിലിരുന്നിട്ട്? അതും ഓൺലൈൻ തന്നെ അല്ലേ? അതിൽ ഓൺലൈൻ ആയിട്ട് എന്താണ് മാം നടക്കാത്തത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുട്ടി ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഫോണിൽ കളിക്കാറില്ലേ? കളിക്കാറുണ്ട്. ആ ഒരു കാര്യം കുട്ടിയുടെ പഠനത്തിന് വേണ്ടി ഒരു ഇത്തിരി സമയം മാറ്റി വെക്കുക. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ? നമ്മുടെ കുട്ടികളുടെ ഭാവി സെറ്റാക്കാനുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയില്ല. ഞാൻ പറഞ്ഞു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് അത്രത്തോളം വാല്യൂ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഓരോ ക്ലാസ്സിനും നമ്മുടെ ക്ലാസ് റൂമിൽ 20 കുട്ടികളായിരിക്കും ഉണ്ടായിരിക്കാം. ഇപ്പൊ മാം ചോദിച്ചു ഓൺലൈൻ ആയിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത്? ഇപ്പൊ ഓൺലൈൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഈ കാലത്ത് പഠനവും നടക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ അവിടെ പഠിച്ചു വരുന്നുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് 20 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ. അപ്പൊ 20 കുട്ടികളെ കുട്ടി ഇപ്പൊ കുറച്ച് ബാക്കോട്ടാണ് പറഞ്ഞല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കോഴ്സിലും
മാം ഞാൻ പറഞ്ഞുതരാം. ലെവൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഏജ് അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ് റൂം തിരിക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ക്ലാസ് റൂമിലും ഇപ്പൊ മാം പറഞ്ഞു കുട്ടിക്ക് സൗണ്ട് അറിയില്ല, അപ്പൊ അങ്ങനത്തെ കുട്ടികളായിരിക്കും ആ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. ഈ 20 ആളുകളും ഒരേ പ്രശ്നമുള്ള ആളുകളാണ്. അവരുടെ ഇടയിൽ ഇരുന്ന് ഈ ഒരു ടീച്ചർ, 2 ടീച്ചേഴ്സ് ഉണ്ടാവും. ഒരാൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടാവും, മറ്റൊരാള് കുട്ടികൾ കളിക്കുന്നുണ്ടോ എന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ കുട്ടി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 20 കുട്ടികളെയും പേരെടുത്ത് അവർ വിളിക്കും. അവരെ നോക്കുന്നുണ്ട്, എങ്ങനെയാണ് കുട്ടി പഠിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, ഏത് രീതിയിലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടെ, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ കുട്ടികളുടെ സൈക്കോളജി പഠിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ഒരു കുട്ടിയെ കണ്ടാൽ അവർക്കറിയാം, കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം കുട്ടി പഠിക്കുകയാണോ കളിക്കുകയാണോ ശ്രദ്ധിക്കുന്നുണ്ടോ. ആ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും സൈക്കോളജി പഠിച്ച ഒരാൾക്ക് അവരുടെ മുഖം കണ്ടാൽ മതി, അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മതി, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ കുട്ടികളുടെ മനസ്സിലാക്കി. ഇപ്പൊ മാം കേട്ടിട്ടില്ലേ 15 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നൊക്കെ ചില അക്കാദമികളൊക്കെ പരസ്യമായിട്ട് കണ്ടിട്ടുണ്ടോ, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, 30 വയസ്സായ 40 വയസ്സായ ആളുകളൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നുണ്ട്. അവരറിഞ്ഞിട്ടില്ല അത് ഒരുപാട് ഈസി മെത്തേഡുകൾ ഉണ്ട് ഓൽക്ക് ഇത് ഓർത്ത് വെക്കാൻ. അതേപോലെ നമ്മളെ കമ്പനി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരുപാട് ഈസി മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചു എന്റെ കുട്ടിയെ നിങ്ങൾ നോക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. നമുക്ക് ഒരുപാട് ഈസി മെത്തേഡുകൾ ഉണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. കളിച്ചിരികളിലൂടെയാണ് അവർ പഠിപ്പിച്ചെടുക്കുന്നത്. വെറുതെ ഒരു അക്ഷരം കാണിച്ചപ്പോ എ എന്നൊരു അക്ഷരം കാണിച്ച് ഇത് എഴുത്, ഇത് പഠിക്കുക എന്നതിനപ്പുറം ഒരുപാട് പിക്ചറുകളും കാർട്ടൂണുകളും ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരോട് തന്നെ ചോദിക്കുകയാണ് ഇത് എന്താണ്, നിങ്ങൾ എന്താണ് കണ്ടത്. അപ്പൊ അവര് ശ്രദ്ധിക്കും, ആ ഒരു വിഷ്വലിലേക്ക് ശ്രദ്ധിക്കും. ഇപ്പൊ നമ്മൾ എ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി കുറച്ച് കഴിഞ്ഞാൽ അത് മറന്നിരുന്നിരിക്കും. പക്ഷെ മാമിനെ തന്നെ ഓർത്ത് നോക്കിയാൽ നിങ്ങൾ കണ്ട കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവില്ലേ. കേട്ട കാര്യങ്ങൾ മറന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരാൾ വഴിയിൽ വെച്ച് കാണുക, അയാൾ പറഞ്ഞ സംസാരം നിങ്ങൾ മറന്നു പോകും, പക്ഷെ അയാൾ കണ്ട കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കൂലേ. അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോന്ന് കളിച്ചിരികളിലൂടെ. ഇപ്പൊ നമ്മൾ മോണ്ടിസോറി മെത്തേഡ് മാമിന് അറിയോ അതെന്താണ്? ഇപ്പൊ കളിച്ചിരികളിലൂടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നതാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അതേപോലെ LSRW മെത്തേഡ്, കണ്ടും കേട്ടും കുട്ടി സ്വയം പഠിച്ചെടുക്കുന്ന രീതികളാണ് ഇതൊക്കെ. ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് വെറും 3 മാസം കൊണ്ട് ഈ ഒരു 6 വർഷം പഠിക്കാത്ത മാമിന്റെ കുട്ടീനെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത്. നമുക്ക് അത്രയ്ക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓരോ കോഴ്സിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്, നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അത് നമ്മളെ കമ്പനിക്ക് മാത്രമല്ല. പിന്നെ ഈ ഒരു ഇംഗ്ലീഷ് കോഴ്സ് മാത്രമേ മാം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞു തന്നതാണ്. നമുക്ക് ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പൊ ബേസിക് കോഴ്സുകൾ വരുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ സ്കില്ല് വളർത്തുന്നതിനായിട്ട് ഒരുപാട് കോഴ്സുകളുണ്ട്. ഡ്രോയിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കാലിയോഗ്രഫി, ഇംഗ്ലീഷ് കാലിയോഗ്രഫി, അറബിക് കാലിയോഗ്രഫി, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് വരുന്നുണ്ട് കുട്ടികളുടെ പഠനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനും. അതേപോലെ തന്നെ ഇപ്പൊ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആളുകൾക്കുള്ള കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. മാം ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ആണോ? പിന്നെ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ SSLC ബുക്ക് ഇല്ലാന്ന് അർത്ഥം. മാമിന്റെ കുട്ടിക്ക് ഒരു ഒപ്പിടാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസം എന്താന്ന് ചോദിച്ചാല് നിങ്ങളുടെ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവൂലേ? നിങ്ങൾക്ക് പറയാനൊരു ബുദ്ധിമുട്ടാവൂലേ? എല്ലാവർക്കും, ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കും വേണ്ടിയിട്ട് ഒരുപാട് 160ഓളം കോഴ്സുകൾ നവാബിൻ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വെറും 6 മാസം കൊണ്ട് SSLC എടുക്കാം. വെറും 6 മാസം കൊണ്ട് SSLC NIOS കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നും അറിയണ്ട, കമ്പനിയിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ നിങ്ങൾ അടുത്തുള്ള ഒരു സെന്ററിൽ കിട്ടും. നിങ്ങൾ അവിടെ പോയിട്ട് എക്സാം എഴുതിയാൽ മതി. അതിനുള്ള ഹോൾ ടിക്കറ്റും എല്ലാ കാര്യങ്ങളും കമ്പനി നോക്കും. എല്ലാ കാര്യങ്ങളും കമ്പനി, നിങ്ങൾ പേയ്മെന്റ് അടച്ചാൽ മാത്രം മതി. ബാക്കി നിങ്ങളുടെ എല്ലാ കാര്യവും നമ്മൾ ഏറ്റെടുക്കും. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. 6 മാസം കൊണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ CBSE എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു എക്സാം, NIOS എക്സാം നടത്തുന്നത്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പഠിക്കുക അതൊരു അഭിമാനല്ലേ? നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്തൂടെ? നിങ്ങളിപ്പോ മോളോട് പഠിക്കുന്ന പറയുമ്പോൾ ഉമ്മ എത്ര പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിനപ്പുറം ഉമ്മ എപ്പോഴും പഠിക്കാണ്, പഠനത്തിന് മൂല്യം ഉണ്ട് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ നിങ്ങളുടെ മക്കളും പഠിച്ചു തുടങ്ങൂലേ? ഞാൻ നിങ്ങളെ കളിയാക്കി പറഞ്ഞതല്ല, അങ്ങനെ തോന്നരുത് കേട്ടോ. കാരണം നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്കും പകർന്നു കൊടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ 6 വർഷമായിട്ട് കുട്ടിക്ക് അറിയില്ല, അതിന്റെ പ്രധാന കാരണം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? അപ്പൊ പഠനം എന്ന് പറഞ്ഞത് നമ്മൾ ചിന്തിച്ചതുകൊണ്ട് കാര്യമില്ലേ? ഇത് പുറത്തു പോകണ്ടല്ലോ. നമുക്ക് ഓൺലൈനായിട്ട് എന്താ കിട്ടാത്തത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ മീഷോയിലൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും പഠനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയിട്ടുണ്ട്. നമ്മൾ നവാബിൻ എന്ന് പറയുന്നത് ടോട്ടൽ ലൈഫ് സൊല്യൂഷൻ എന്നാണ്. കാരണം ഒരു കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നവാബിലുണ്ട്. ഇപ്പൊ മാമിന് ഇൻഷാ അല്ലാഹ് മാം അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏപ്രിൽ ആകുമ്പോഴത്തേന് SSLCന്റെ സർട്ടിഫിക്കറ്റ് മാമിന്റെ കയ്യിലെത്തും. അതും കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് കിട്ടുന്നത്. ഹസ്ബൻഡിനോട് ചോദിച്ചോക്കട്ടെ. ഓക്കെ, ഹസ്ബൻഡിനോട് ചോദിക്കുക. നിങ്ങൾ എങ്ങനെ ചോദിക്കുക? ഞാൻ 10ാം ക്ലാസ് പഠിക്കട്ടെ എന്നോ?
അത് ചോദിക്കണം. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഞാൻ 10ാം ക്ലാസ് പഠിക്കട്ടെ നിങ്ങൾ ഹസ്ബൻഡ് എന്ന് പറയാം, എനിക്ക് വേറെ പണിയില്ലേ പെണ്ണെന്ന് വെക്കും ഇല്ലേ? എനിക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങളോട് ചോദിക്കൂലേ? അപ്പൊ നിങ്ങൾ പറയാ നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല, അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല. അവരിപ്പോ പുറത്തു പോയി ജോലി ചെയ്യുന്ന ആളല്ലേ, അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണില്ല. അപ്പൊ ഞാൻ പഠിച്ച നമ്മളെ മക്കൾക്കും അതൊരു ഉപകാരമാണ്. മാത്രമല്ല എന്തെങ്കിലും ഇപ്പൊ നാളെ ഇപ്പൊ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ പോലും SSLC വേണം. SSLC ബുക്കിലാണ് കിട്ടൂല, SSLC കിട്ടൂല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങളെ ബുദ്ധിമുട്ട് ആദ്യം അവരോട് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാനൊരു അഡ്മിഷൻ എടുക്കട്ടെ, പുറത്ത് പോയി പഠിക്കേണ്ട നവാബിൻ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്ന ആളാണോ? അപ്പൊ അതിലൊക്കെ അടിച്ചു കൊടുത്താൽ നവാബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ ഈ കോള് കട്ട് ചെയ്യുമ്പോൾ നവാബിന്റെ ഇത് നിങ്ങൾക്ക് അയച്ചു തരാം, അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ബോധ്യമാവുമല്ലോ ഇത് ജനുവനാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാവുമല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ, ഞാൻ അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ അതൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഹസ്ബൻഡിനോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം പറയാം. എന്നിട്ട് ഞാൻ കോഴ്സ് എടുക്കട്ടെ ചോദിക്കുന്ന സമയത്ത് അവർ നോ പറയൂല. അത് ഇനിയിപ്പം കുട്ടീന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ക്ലാസ് റൂം വളരെ ഈസി ആയിട്ടാണ് പഠിപ്പിച്ചെടുക്കുന്നത്. നിങ്ങൾ ഒരു ആഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നേരിട്ട് മനസ്സിലാവും ഇവർ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്നുള്ളത്. നമ്മുടെ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. ഒന്നും നടക്കൂല ഓൺലൈനായിട്ട് എന്ന് പറയുന്നതിനപ്പുറം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. 6 വർഷമായിട്ട് നിങ്ങളെ കുട്ടി പഠിച്ചിട്ടില്ല അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് ഒരു 3 മാസം ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. തെറ്റുണ്ടോ? വേറൊരു 3 മാസം, 6 വർഷം പോയില്ലേ, ഇനിയിപ്പോ ഒരു 3 മാസല്ലേ. നിങ്ങളുടെ കുട്ടി അതൊന്ന് ഇംഗ്ലീഷ് ഒന്ന് ചേർത്ത് വായിച്ചിരിക്കുമ്പോ അത് കേൾക്കുമ്പോ നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. നിങ്ങളൊരു ബിരിയാണി ഒക്കെ കഴിച്ച ഒരു സുഖമൊക്കെ കിട്ടൂല നിങ്ങൾക്ക്? ഇൻഷാല്ലാ നിങ്ങൾ അഡ്മിഷൻ പഠിക്കാതെ ഈ 3 മാസം അത് ഓൺലൈൻ ക്ലാസ് കിട്ടുകയാണെന്ന് പറയുമ്പോ നമുക്ക് പുറത്ത് പോകണ്ട. നിങ്ങളുടെ കുട്ടി കിട്ടും, ഉറപ്പായിട്ടും നേടാൻ പറ്റും. കാരണം നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ അടുത്തിരുന്നിട്ടാണ് പഠിക്കണല്ലേ. നിങ്ങളിപ്പോ ഒരു ഓഫ്ലൈൻ ട്യൂഷന് വിടാണ്, അവിടെ എന്താ പഠിപ്പിക്കണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുട്ടീനെ നിങ്ങൾ ഡ്രസ്സ് മാറ്റി പറഞ്ഞേക്കും, കുട്ടി വീട്ടിൽ വരും, അന്ന് എന്താ പഠിപ്പിച്ച് എങ്ങനെ പഠിപ്പിച്ചു ഒന്നും നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾ ഓൺലൈൻ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കുട്ടീനെ എന്താണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എന്റെ കുട്ടിക്ക് ഇതുകൊണ്ട് മാറ്റമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഓൺലൈൻ ക്ലാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഫോണിലല്ലേ, ഫോൺ ഉപയോഗിക്കണ്ടേ? നമ്മളെ കുട്ടികൾ എത്ര സമയം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൈവ് ക്ലാസ് ആയിരിക്കും, റെക്കോർഡ് ക്ലാസ് ഒന്നല്ല നമ്മൾ കൊടുക്കുന്നത്, ലൈവ് ക്ലാസ്സാണ്. നമ്മളിപ്പോ നിങ്ങളുടെ അടുത്ത് പേയ്മെന്റ് വാങ്ങിയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു റെക്കോർഡ് ക്ലാസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടല്ലേ നമ്മൾ കോഴ്സിലേക്ക് എടുക്കുന്നത്, അഡ്മിഷൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ലൈവ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിൽ ടീച്ചർ ഉണ്ടാവും, ഒരു മാനേജർ ഉണ്ടാവും. ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ സൂം ആപ്പിലാണ് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ലൈവ് ക്ലാസിന്റെ ലിങ്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരും. ആ സമയമാകുമ്പോൾ ഇപ്പൊ 2-3 സമയത്ത് നമുക്ക് ക്ലാസ് ഉണ്ട്. 5:30 to 6, 7 to 8, 8 to 9, അങ്ങനെ പല സമയമുണ്ട്. നിങ്ങൾക്ക് അതിന് ഇഷ്ടമുള്ള ഒരു സമയം തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യാം ക്ലാസ്. പക്ഷെ ഈ 3 മാസം അതേ ടൈമിലായിരിക്കും കേട്ടോ ക്ലാസ് വരിക. ഒരേ ടീച്ചറാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു 3 മാസത്തെ കോഴ്സിന് വരുന്നത് 2000 രൂപയാണ് കേട്ടോ. 3 മാസത്തിന് വരുന്നത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് 1000 രൂപ അടച്ച്, പിന്നെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ബാക്കി 1000 രൂപ അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾ എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഞാൻ വൈകുന്നേരം വിളിക്കാം. നിങ്ങൾ ഹസ്ബൻഡിനോടൊക്കെ ഒന്ന് ചോദിക്കാം. ഇതുവരെ നിങ്ങൾ ക്ലാസ് വേണമെന്ന് പറഞ്ഞപ്പോ ഫീ കേട്ടപ്പോഴാണോ ചോദിക്കാന്ന് പറയുന്നത്? ഞാനത് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് വിചാരിക്കാം. നിങ്ങൾ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ എത്ര രൂപ വരും? ഒരു പാർട്ടി വെയർ ഡ്രസ്സ് എടുക്കണമെങ്കിൽ എത്ര രൂപ വരും? ഓക്കെ, ഇനി പോട്ടെ. നിങ്ങൾ എല്ലാരും കൂടെ പുറത്തുപോയി ഭക്ഷണം കഴിക്കാറുണ്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട്? ഒരു ഭക്ഷണം കഴിക്കുമ്പോ എത്ര രൂപ വരും? അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പൊ 2000 രൂപന്റെ ഡ്രസ്സ് എടുത്ത് നിങ്ങൾ ആ മോഡൽ പോയി കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കുമോ? അതിടാൻ തയ്യാറാവും 4 ആളുടേക്ക്? ഒരു മോഡൽ വന്നാൽ 2 മാസം നിൽക്കും, അല്ലെങ്കിൽ 1 മാസം അടുത്ത മോഡൽ ഇറങ്ങും. അപ്പൊ നിങ്ങളത് യൂസ് ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ, ഇനിയിപ്പോ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു 4-5 മാസം അതിലേറെ കൂടുതൽ നിങ്ങളത് ഉപയോഗിക്കൂല. പക്ഷെ 2000 രൂപക്ക് നിങ്ങളെ കുട്ടിക്ക് ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ പാഠഭാഗം ഫുള്ള് പഠിക്കാൻ പറ്റും. അത് നിങ്ങൾ 6ാം ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല, 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ അവനാണെങ്കിലും അവളാണെങ്കിലും അവർക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള പഠനം നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയുന്ന കാര്യമല്ലേ. 10ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയണം. ഇംഗ്ലീഷ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, എവിടെയും ഒരു വില ഉണ്ടാവില്ല. കുട്ടികൾക്ക് മുന്നോട്ടുള്ള ജീവിതം വളരെ ഇടങ്ങാറായിട്ട് തീരും ഇല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവണില്ലേ ഇംഗ്ലീഷ് അറിയാത്തതിന്റെ ബുദ്ധിമുട്ട്? നിങ്ങളെ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതിന്റെ പ്രധാന കാരണം എന്താ? നിങ്ങൾക്ക് അറിവില്ലാഞ്ഞിട്ടല്ലേ. നാളെ അവരും
നാളെ അവരും ഉമ്മയും ഉപ്പയും ഒക്കെ ആവേണ്ടവരല്ലേ. അപ്പൊ നിങ്ങളുടെ കുട്ടിയുടെ ഭാവി ജീവിതം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു 2000 രൂപ നിങ്ങൾ മുടക്കുന്നത് അത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഡ്രസ്സ് വാങ്ങിയ ഒരു 6 മാസം, അത് കഴിഞ്ഞ് അത് വലിച്ചെറിഞ്ഞാൽ 2000 അതോടുകൂടി പോയി. പക്ഷെ നിങ്ങൾ 2000-ന്റെ ഒരു കോഴ്സ് കൊടുത്താലോ ലൈഫ് ലോങ് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും അത് ഉപകാരപ്പെടും. ഇനിയിപ്പോ നല്ല നിലയിൽ കുട്ടി ഇംഗ്ലീഷ് വായിക്കുക, ആ ഒരു സന്തോഷം നിങ്ങൾക്ക് പിന്നെ ഒരു 2000 കൊടുത്താൽ വാങ്ങാൻ പറ്റുമെന്നെങ്കിലും ആരെങ്കിലും ഒരു സന്തോഷം കൊടുന്നേരും നിങ്ങൾക്ക്? അതൊന്നുമില്ല. അതാണ് പറയുന്നത്. നമ്മൾ 2000 നമ്മൾ കൊടുക്കുന്ന പണത്തിന്റെ മൂല്യമല്ല നോക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കേണ്ടത്. അത് കുട്ടിയുടെ പഠനത്തിന് വേണ്ടിയിട്ടാണ്. 2000 കൊടുത്ത് ചേർന്നു. ആ. പിന്നെ ക്ലാസ്സിന് മോള് ഇരുന്നതൊക്കെ ആയി വന്നിട്ട് അവർക്ക് മനസ്സിലാവായോ അല്ലെങ്കിൽ എന്താ ക്ലാസ്സിൽ നിന്നിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒക്കെ ആണെങ്കിൽ 2000 പോയില്ലേ. ഓള് പറയുകയാണെങ്കിൽ ഇരിക്കുന്നില്ല, എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞാല് ആ 2000 പോകില്ല. കാരണം നമ്മളെ ടീച്ചേഴ്സും കുട്ടികളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ടീച്ചർ ക്ലാസ് റൂം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 4 ദിവസങ്ങൾ കൂടെ നിന്നിട്ട് നിങ്ങളെ കുട്ടി ഞാൻ ഉമ്മാന്റെ കൂടെ നിൽക്കില്ല വേറെ എവിടെയെങ്കിലും പോവാണെന്ന് പറയൂ? ഒരു രാത്രി നിങ്ങളിപ്പോ ഈ കുട്ടികളെ വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോവോ? അതേപോലെ തന്നെയാണ് ഈ ടീച്ചേഴ്സ്. അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്, അത്രയും രസകരമായിട്ടാണ് ക്ലാസ് കൊടുക്കുന്നതും. ടീച്ചേഴ്സ് ക്ലാസ് കൊടുക്കുന്നതും അത്ര രസകരമായിട്ടാണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇപ്പം ഒരു റീൽസ്, ഇപ്പൊ കാർട്ടൂൺ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ടല്ലേ, അത് കുട്ടി കാണുമ്പോൾ കുട്ടിക്ക് ഇഷ്ടാവില്ല, അത് കുട്ടി പിന്നെ അത് കാണൂലേ, കാണലില്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ടത് വേണ്ടവർക്ക്. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ് റൂമിലും വളരെ രസകരമായി അവരെ ചടപ്പിക്കാതെ ഇഷ്ടത്തോടു കൂടി പഠിപ്പിക്കുന്നതാണ്. ഇഷ്ടമുള്ള ഒരു കാര്യം ആരെങ്കിലും ഉപേക്ഷിച്ച് പോകലുണ്ടോ? 1 മണിക്കൂർ, തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും 1 മണിക്കൂറായിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കാം. അപ്പൊ ഓക്കെ മിസ്സുമാരെ, നമ്മുടെ അമ്മ മിസ്സിനെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മിസ് കസ്റ്റമറായി സംസാരിക്കും.